ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെ ഉള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് തന്നെയാണ്. ഏതായാലും അതിന് പാകിസ്ഥാനെതിരെ ശക്തമായ രീതിയിൽ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ പാക് യുദ്ധം നടന്ന സമയത്ത് പോലും പരിഗണിക്കാതിരുന്ന സിന്ധു നദീജല കരാർ വരെ റദ്ദാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വലിയ രീതിയിലുള്ള പ്രഹരം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സൂരജ് സാർ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം 2.5 മണിക്കൂർ നീണ്ട ഒരു മന്ത്രിസഭാ യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായി നിലവിൽ ഈ ഒരു സിനാരിയോയിൽ വളരെയധികം വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്രയും വലിയ പ്രഹരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരു കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലേക്ക് വരെ ഇന്ത്യ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏത് രീതിയിലായിരിക്കും ഈ ഒരു ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുക ഇന്ത്യ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ ചോദ്യം. അതിന് ഒരു ഉത്തരമായിരിക്കുന്നു ഇന്ത്യ കനത്ത രീതിയിൽ ഒരു തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നു പാകിസ്ഥാൻ. ജാസ്മിൻ, നമ്മൾ ഇന്നലത്തെ പ്രോഗ്രാമിൽ തന്നെ നമ്മളൊന്ന് പ്രീഎംപ്റ്റ് ചെയ്താണ്. കാര്യം ഇന്ത്യയിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ മീറ്റിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഫിനാൻസ് മിനിസ്റ്ററിനെയും കൂടെ പെറൂവിൽ നിന്ന് അല്ലെങ്കിൽ US നിന്ന് തിരിച്ചു വിളിച്ചപ്പോൾ തന്നെ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു മീറ്റിംഗ് നടന്നു. അതിൽ വളരെ ഹാർഷായിട്ടുള്ള ഡിസസീവായിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ തന്നെ നമ്മൾ ഇന്നലെ ഒരു ബ്രീഫിംഗ് നമ്മൾ കണ്ടതാണ്. അത് ഈ ജാസ്മിൻ പറഞ്ഞ പോലെ 25 കൊല്ലത്തിനുള്ളിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഈ ഇൻഡസ് വാട്ടറിൻ്റെ ട്രീറ്റിയെ നമ്മൾ അബയൻസിൽ വെക്കുന്ന ഒരു ഡിസിഷനിലേക്ക് നമ്മൾ മുന്നോട്ട് പോയെന്നാണ്. നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാജ്യമെമ്പാടും നമ്മളിതിനെ വളരെ ഇമോഷണലായിട്ടും സെൻറ്റിമെൻ്റലായിട്ടാണ് ഇതിനെ എടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളൊരു രോഷാകുലരാണ്. നമുക്ക് അതേപോലെ സങ്കടമുണ്ട്. തിരിച്ച് ഇതിനെ ബെനിഫിറ്റിംഗ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കണം എന്ന് തന്നെ നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ നമ്മളിതൊരു കണ്ടക്സ്റ്റിൽ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഒന്ന് നോക്കുക. ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി അവിടെ US പ്രസിഡൻ്റായിട്ടെത്തി. അദ്ദേഹം ആദ്യം തന്നെ റഷ്യയും യുക്രൈനും തമ്മിലൊരു ട്രൂസ് വരാനായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ആഹ്വാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നവും തീർക്കാനായിട്ട് അദ്ദേഹം മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് ലോകത്ത് വാറുകളെല്ലാം നിർത്തണം, നമ്മൾ ട്രേഡുകളിലേക്ക് പോകണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു നീജർക്ക് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ ഇന്ത്യക്കൊരു പ്രിവിലേജ് ഉണ്ട്. അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടിയിട്ട് ഇതേപോലത്തെ ഒരു ഹാർഷ് ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു അധികാരം ഇന്നലെ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ബട്ട് ഇനി വരാനുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ട് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ നെയ്ബറിങ് കൺട്രി, നമ്മുടെ എനിമി കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്ന കൺട്രിക്കെതിരായിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് വേണ്ടി വരും നമുക്ക് എന്നുള്ളതാണ് കാര്യം. ആ കോൺക്രീറ്റ് എവിഡൻസ് കിട്ടിയതിന് ശേഷം ഇന്ത്യ വിൽ പുട്ട് ദ ബോൾ ഇൻ ദെയർ കോർട്ട്. അതായത് ഞങ്ങൾക്ക് ഇത്രയും എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഡിജിറ്റൽ ഫുട് പ്രിന്റിനെ കുറിച്ച് പല മീഡിയാസും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ്. കാര്യം നാളെ ഒരു കാലത്ത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ചോദിക്കുകയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ തെളിവ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതൊരു ഇൻസൈഡ് ജോബാണ്. എന്നിട്ട് നമ്മളിത് എങ്ങനെയാണ് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ഇൻസൈഡ് ജോബാണെന്നും കൂടെ അവർ ചിലപ്പോൾ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഒരു അപ്പീൽ അവർ കൊടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനകത്തൊരു തെളിവ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. ഈ തെളിവിൻ്റെ റൂട്ടും ഉത്ഭവവും നെയ്ബറിംഗ് കൺട്രിയായ എനിമി കൺട്രിയായ പാകിസ്ഥാനിലേക്കാണ് എന്നുള്ളതും പിന്നെ അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ടൈം ഫ്രെയിമും കൂടെ കൊടുത്തിട്ടായിരിക്കാം നമ്മുടെ ആക്ഷൻസ് മുന്നോട്ട് പോകണേ എന്നുള്ളത്. അതുവരെ ചിലപ്പോൾ ഒരു കാംനെസ് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എന്ത് കണ്ടക്സ്റ്റിലാണ് ഈ അറ്റാക്ക് നടന്നത് നമുക്കിപ്പോഴും അറിയില്ല. അതായത് കാശ്മീരിൽ ആർട്ടിക്കിൾ 370 കാര്യമാണോ, അല്ലെങ്കിൽ വഖഫിൻ്റെ കാര്യമാണോ, അല്ലെങ്കിൽ റാണെ അറസ്റ്റ് ചെയ്താണോ, ഒന്നുമല്ല. എന്ത് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കാനായിട്ടോ അവിടെ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ള ഇത് കാശ്മീരിൽ തന്നെ നിൽക്കുമോ, ഒറ്റ ഇൻസിഡൻറ്റിൽ തന്നെ നിൽക്കുമോ, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വല്ലതും വരുമോ എന്നൊക്കെ ഉള്ളതാണ് നമുക്കുള്ള മറ്റുള്ളൊരു പേടി എന്ന് വെച്ചാൽ. കാര്യം അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വറി ചെയ്യുന്നൊരു കാര്യം. ഇപ്പം നമ്മൾ കാശ്മീരിൽ തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബിസിനസ് പരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻസ്ഡാണ്. ഇപ്പോൾ കാശ്മീരിൻ്റെ കാര്യത്തിൽ ഏതൊരു വ്യക്തിയും അവിടെ പോകുന്ന കാര്യങ്ങളിലൊക്കെ അതിനാണ് പ്രൈം മോസ്റ്റ്. മനുഷ്യജീവനേക്കാളും വലുതൊന്നും അല്ലല്ലോ ബിസിനസ്. പിന്നെ ഒരു ബിസിനസ് ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്ത് തുടങ്ങി, പല ട്രെയിൻ സർവീസസും ക്യാൻസൽ ചെയ്ത് തുടങ്ങി, ഹോട്ടൽ ബുക്കിംഗ്സ് ക്യാൻസൽ ചെയ്ത് തുടങ്ങി. പല FMCG കമ്പനീസും അവരുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്ത് ഈ എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഈ സ്റ്റോറുകളിൽ പോയാൽ മതി എന്ന് പറയുന്നു.
അതായത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കൺസിഡറേഷൻ, അത് എല്ലാം ഒന്ന് ബാക്കിലേക്ക് വലിക്കുകയാണെന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാശ്മീരിൽ തന്നെ വരികയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ നമ്മൾ അറിയാമല്ലോ, നമ്മൾ എത്രയോ കൊല്ലമായിട്ട് ഈ ഒരു ഇൻസർജൻസി കൂടെ നമ്മൾ പോയതാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഷെയ്ക്ക് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അങ്ങനെ ആവരുത് എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് വരുന്നത്. ഏതായാലും ഇന്ത്യക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ് നമുക്ക് ഒരു വശത്തോടി പറയാനുള്ളത്. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറി നമുക്ക് വേറൊരു കാര്യം ജാസ്മിൻ നമുക്ക് പറയാനുള്ളത്, നമ്മൾ പലരും എന്നെ ഒരു പ്രേക്ഷകൻ ആക്ച്വലി ഒരു മെസ്സേജ് അയച്ചിരുന്നു. എങ്ങനെയാണ് നമ്പർ കിട്ടിയതെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ മാർക്കറ്റിൽ ബെയറിഷ് അല്ലെങ്കിലും എന്തുകൊണ്ടാണ് ഈ കോഷ്യസ് ഓപ്റ്റിമിസം എന്ന് പറഞ്ഞ സ്റ്റാൻഡ് എടുക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്? വെറും എന്താ പറയുക, തീർച്ചയായിട്ടും അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യം തന്നെ കേട്ടോ. കാര്യം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യം ഞാൻ കോഷ്യസ് ഓപ്റ്റിമിസം എന്ന് പറയുമ്പോൾ അതൊരു മാർക്കറ്റ് ടെർമിനോളജിയാണ്. നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു വാക്ക്, അത് എക്സ്പ്ലനേഷൻ കൊടുക്കണമായിരുന്നു എന്നുള്ളത്, അത് വിട്ടുപോയി എന്നുള്ളത് എൻ്റെ ഒരു തെറ്റാണ്. ഈ കോഷ്യസ് ഓപ്റ്റിമിസം എന്താണ്? നിങ്ങൾ മാർക്കറ്റിൽ നെഗറ്റീവ് അല്ല, എന്നാൽ കോഷ്യസ് ഓപ്റ്റിമിസം എന്താണ് ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ടത്? നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ക്യാഷിലേക്ക് പോകരുത്, എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വൈഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോ വഴിയാണ് ഈ വെതർ റിപ്പോർട്ട് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് ദൂരദർശൻ ചാനൽ 80കളിലൊക്കെ വന്ന് 84 വന്നപ്പോഴത്തേക്കും അന്ന് വെതർ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സ്പെഷ്യലായിട്ടൊരു പരിപാടി തന്നെയാണ്. അപ്പം ഞങ്ങളൊക്കെ പരിഹസിക്കുമായിരുന്നു. കാര്യം അവരെപ്പോഴും പറയുന്നത് ഭാഗികമായി മേഘാവൃതമാണ്, ആകാശം ഭാഗികമായി മേഘാവൃതമാണ്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറയും, ഇത് പറയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു വെതർ റിപ്പോർട്ട് എന്നുള്ളത്, അതായത് ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്നുള്ളത്. പക്ഷേ അന്നൊക്കെ നമ്മൾ ഇതിനെ കളിയാക്കി സർക്കാസ്റ്റിക് ആയിട്ട്, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്നത് എന്താ, ട്രോൾ അല്ലേ, ട്രോളൊക്കെ ചെയ്ത് പോയപ്പോഴും ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത്, ഒരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല എന്നുള്ളതാണ്. ഇന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലായത് അതാണ് ഈ ഇൻഡസ്ട്രി എന്നുള്ളത്. കാര്യം ഈ ഇൻഡസ്ട്രിയിൽ നമ്മുടെ അടുത്ത് ഈ രണ്ട് പോസിബിലിറ്റീസേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക, ഒന്നില്ലെങ്കിൽ കയറും അല്ലെങ്കിൽ താഴേക്ക് പോകും എന്നുള്ള. കാര്യം ഇത്രയും വോളറ്റിലിറ്റി ഉള്ള ഒരു സിസ്റ്റം വേറെ ഇല്ല. വെതറും അതുപോലെ തന്നെയാണ്. അതായത് ഒരു നിമിഷം മതി കാര്യങ്ങൾ മാറി മറിയാനാണ്. അതായത് ഒരുപാട് വേരിയബിൾസ് ആക്ട് ചെയ്യണം. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ തരാൻ ഞങ്ങൾക്കെന്ന് മാത്രമല്ല ആർക്കും ഇതിനകത്ത് തരാൻ പറ്റില്ല എന്നല്ല. ഇനി ആരെങ്കിലും പറയുന്നത് ശരിയായി പോയാൽ ഒന്നില്ലെങ്കിൽ അവർ ലക്കിയാണ്, അല്ലെങ്കിൽ അവർ ഫൂളാണ്, അല്ലെങ്കിൽ അവർ ലയറാണ് എന്നുള്ളതാണ്. നമ്മൾ പല സമയത്തും നമ്മൾ ലക്കി ആയിട്ടുണ്ട്. കാര്യം ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ സമയം ഏതാണ്ട് 9:45 അല്ലേ. ഈ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്ന സ്റ്റാൻഡ്സ് ചിലപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞ് 10:30 നമ്മൾ ഈ സീറ്റിൽ നിന്ന് എണീക്കുമ്പോൾ 11 മണിക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ നമ്മൾ പറഞ്ഞതൊക്കെ മാറിയെന്നുള്ള അത്രയ്ക്ക് അൺസർട്ടനിറ്റിയും വേരിയബിളും ഉള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ എന്ന് മനസ്സിലായി. അതോടുകൂടി എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വെതർ ഫോർകാസ്റ്റും വളരെ സാങ്ക്ടിറ്റി ഉള്ള ഒരു ജോലിയാണെന്ന് നമ്മളും മനസ്സിലാക്കി എന്നുള്ളത്. ഇതിനകത്ത് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഈ പറയുന്ന പോലെ എന്താണ് ഈ കോഷ്യസ് ഓപ്റ്റിമിസം എന്നല്ലേ. അതായത് നമ്മളത് വെതർ ഫോർകാസ്റ്റ് അതാണല്ലോ ഏറ്റവും നല്ല ഈ ഒരു എക്സാമ്പിളായിട്ട് അനലോഗി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് നമ്മൾ പറയാണ് മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ കുടയും എടുത്ത് പുറത്തോട്ടിറങ്ങുക. ഇനി അത് മഴ പെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇനി അഥവാ മഴ പെയ്യുകയാണെങ്കിൽ കുട നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനും സേഫ്റ്റിയും ആവും. ഇതാണ് കോഷ്യസ് ഓപ്റ്റിമിസം. നമ്മൾ മാർക്കറ്റിൽ പറയുന്ന കാര്യം എന്താ, അതായത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഓപ്റ്റിമിസം ഉണ്ട്, തീർച്ചയായിട്ടും ഓപ്റ്റിമിസം ഉണ്ട്. ആ ഓപ്റ്റിമിസം വന്നതിൽ നമ്മളും സന്തോഷിക്കുന്നു, നമ്മളും എൻജോയ് ചെയ്യുന്നു, നമ്മളും ബെനിഫിറ്റ് ചെയ്യുന്നു. ബട്ട് ചില സമയത്തൊന്ന് കോഷ്യസ്, നിങ്ങളൊരു കുട കരുതി വച്ചേക്കണം, ഒരു കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡ് മാർക്കറ്റിൽ എടുക്കണം. ആ കോഷ്യസ് എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ 2023-24 കാലഘട്ടത്തിൽ മാർക്കറ്റ് നല്ലൊരു ബുൾ മാർക്കറ്റ് നടന്നില്ലേ ഇന്ത്യയിൽ. അന്ന് നമ്മൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല, മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. ഒരു സ്റ്റോക്ക് മേടിച്ച് നമ്മൾ ആ ബസ്സിൽ കയറിയിരുന്ന ബസ് നമ്മളെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടെത്തിച്ചേക്കും. അതിനകത്ത് വാല്യുവേഷൻ ഒരു പ്രശ്നമല്ല, നമ്മൾ കടമെടുത്ത പൈസയാണോ എന്ന് പ്രശ്നമില്ല, നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണോ ട്രേഡർ ആണോ ഷോർട്ട് ടേം ഇൻവെസ്റ്റർ ആണോ, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു. കാര്യം അത്രയ്ക്കും മാത്രം ലിക്വിഡിറ്റി മാർക്കറ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇരുന്ന് കൊടുത്താൽ മതി എന്ന് മാത്രമേ, നമ്മൾ എന്ത് ഡിസിഷൻ എടുത്താലും ശരിയാവും എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ബുൾ മാർക്കറ്റിൽ നമ്മൾ പോകണം. അവിടെ നമ്മൾ കോഷ്യസ് ഓപ്റ്റിമിസം പറയാറില്ല. ബി ഇൻ മാർക്കറ്റ്, ഇൻവെസ്റ്റ്, ട്രക്ക് ലോഡ്സ് ആയിട്ട് നിങ്ങൾ സ്റ്റോക്കുകൾ മേടിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, കോഷ്യസ് ഓപ്റ്റിമിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഓപ്റ്റിമിസം ഉണ്ട്, മാർക്കറ്റ് ബുള്ളിഷായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് കംഫർട്ട് തരാത്ത 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഒരു റിലീഫ് റാലി, ഒരു ഷോർട്ട് കവറിംഗ് റാലി വന്നു എന്നുള്ള കാര്യം കറക്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഇന്നലെ ടാറ്റ കൺസ്യൂമർ നല്ല റിസൾട്ട് കൊണ്ടുവന്നു. 86 PE-യിലാണ് ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യണമെന്നുള്ളത്.
അപ്പം ഒരു സ്ഥലത്തും ഒരു വാല്യുവേഷൻ കംഫർട്ട് എക്സെപ്റ്റ് മേ ബി കുറച്ച് IT-യിലോ അല്ലെങ്കിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റോക്കിലോ ഉണ്ടാവാം നമ്മൾ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ. അല്ലാതെ പല സെക്ടറുകളിലും അതൊരു ഓപ്റ്റിമം വാല്യുവേഷനില്ല, അണ്ടർ വാല്യൂഡ് അല്ല ഓവർ വാല്യൂഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലും അല്ല നമ്മൾ പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് വെക്കണം. ഒന്ന്. രണ്ടാമത് ഈ ട്രംപിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ട്രംപ് 2 ദിവസമായിട്ട് നല്ല നല്ല വർത്തമാനങ്ങൾ പറയുകയാണെങ്കിൽ US മാർക്കറ്റ് നല്ലതാണ്. ഒരു ട്വീറ്റ് മതി കാര്യങ്ങൾ മാറി മറയ്ക്കാൻ എന്നുള്ളത്. പിന്നെ മൂന്നാമത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയുടെ ടെൻഷൻ, ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ സംഭവിച്ച കാര്യം, ഇങ്ങനെയൊക്കെ അൺസർട്ടനിറ്റി നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും കോഷ്യസ് ഓപ്റ്റിമിസം എന്നുള്ള സ്റ്റാൻഡ് കൊണ്ടുവരുന്നു. വാല്യുവേഷൻ ബേസിസിൽ ഇപ്പോഴത്തെ മാക്രോ ആൻഡ് മൈക്രോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ പേരിൽ ഈ 2 കാരണത്താലാണ് നമ്മളത് പറയുന്നതെന്നുള്ള. 3. നമ്മൾ ഈ കോഷ്യസ് ഓപ്റ്റിമിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, സൂക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് നല്ല നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക, ലിവറേജിൽ അതായത് കടം മേടിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, ലോൺ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, മാർജിൻ ഫണ്ട് ഉപയോഗിച്ച് ബൈ ചെയ്യാതിരിക്കുക, ഈ ബ്ലൈൻഡ് കോളുകൾ എടുക്കാതിരിക്കുക. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കോഷ്യസ് ഓപ്റ്റിമിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷിൽ പോകണമെന്നോ, അല്ലാതെ നിങ്ങൾ ചെയ്തോളൂ, മാർക്കറ്റിൽ തന്നെ നിന്നോളൂ. ബട്ട് ഈ വക കാര്യങ്ങളിൽ ഒരു കോഷൻ, ഒരു ശ്രദ്ധ നിങ്ങൾ ഉണ്ടാവണം. കാര്യം എപ്പോഴെങ്കിലും കാര്യങ്ങൾ തിരിയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എക്സിറ്റ് കിട്ടണം, പെട്ടുപോകരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാര്യം മാർക്കറ്റിൽ 2600 പോയിന്റിൻ്റെ ഒരു റിലീഫ് റാലി നമുക്ക് കിട്ടി. എന്നാൽ വാല്യൂഷൻ കംഫർട്ട് ഇല്ല. എന്നാൽ മൈക്രോ മാക്രോ എക്കണോമിക് എൻവയോൺമെൻറ്റ് അത്ര ഫേവറബിളും അല്ല. ട്രംപ് എപ്പോഴും വേണമെങ്കിലും തിരിയാം. മൂന്നാമത് എന്താ പറയുക, ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എല്ലാം തീർന്നു, പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുള്ളൊരു അപ്രോച്ച് ചെയ്യരുത് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയുന്നതാണ് ഈ കോഷ്യസ് ഓപ്റ്റിമിസം എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുട ഉപയോഗിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ. സർ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒരല്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എസ്പെഷ്യലി ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താരിഫ് ട്രേഡ് കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് ചുമത്തിയിട്ടിരുന്ന ഉയർന്ന തീരുവ അതിൽ ഒരു സോഫ്റ്റ് കോർണർ എന്ന് വേണമെങ്കിൽ പറയാൻ വന്നിട്ടുണ്ട്. പക്ഷേ പൂജ്യമാക്കില്ല എന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ തീർച്ചയായിട്ടും സാമ്പത്തിക രീതിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ 2 നേഷൻസും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്ന സമയത്ത് ഇന്നലെ US മാർക്കറ്റ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പയറി ദിനത്തിൽ അതിൻ്റെതായ വോളറ്റിലിറ്റി നമ്മൾ കാണുന്നുമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വിപണിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ചൈന അതിന് തിരിച്ചടി ഒന്നുകൂടി കനപ്പിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അമേരിക്കയിൽ നിന്നുള്ള ബോയിങ് വിമാനങ്ങൾ തിരിച്ചയച്ചിരിക്കുകയാണ് ചൈന. സർ, ഇതിന് ഒരു എൻഡ് ട്രംപ് വിചാരിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ചൈനയുടെ ഇനിയുള്ള നീക്കം എങ്ങനെയായിരിക്കാനാണ് സാധ്യത? ജാസ്മിൻ, വ്യക്തിപരമായിട്ട് പേഴ്സണലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കിതൊരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റിനേക്കാളും ഒരു റിലീഫ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് എന്ന് വേണം പറയാൻ. കാര്യം വെച്ചാൽ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ പുറകിൽ ഒരുപാട് തോട്ട് പ്രോസസ്സ് ഉണ്ടെന്ന്. ഇതിൻ്റെയൊന്നും നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. പൊളിറ്റീഷ്യൻസും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടീം ഉണ്ടല്ലോ, അവർ എല്ലാ കാര്യങ്ങൾക്കും എത്രയോ കൊല്ലമായിട്ട് അവർക്കറിയാം. ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന നേഷൻ ഒരു ഗ്ലോബൽ എക്കണോമിയെ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന അവരുടെ ഒരു ഒപ്പോണൻറ്റിനെ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേ. എവിടെയൊക്കെയാണ് ടച്ച് പോയിന്റ്സ് ഉള്ളത്, എവിടെയൊക്കെയാണ് അവർക്ക് തിരിച്ചടി നേരിടാവുന്നതിലൊക്കെയുള്ള വിശകലനം അവിടെ നടന്നു കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായം. ഇപ്പം നമ്മളൊരു കാര്യം ആലോചിച്ചു, 145% ടാരിഫ്, നമുക്കെതിരെ 26% ടാരിഫ്, 90 ഡേയ്സിൻ്റെ മൊറട്ടോറിയം, റിലീഫ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം അദ്ദേഹം ഉറപ്പിച്ചു, 10% എന്നുള്ള ബേസാക്കി, അല്ലേ? 10% ടാക്സ് എന്നുള്ളത് ബേസാക്കിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ 0-ൽ കിടന്ന പല സാധനങ്ങളും ഓട്ടോമാറ്റിക്കലായിട്ട് 10 എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പോൾ ഇനി അതാണ് നമ്മൾ ഇന്നലെയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി 140 എന്നുള്ള കുറച്ച് 50 ആയാൽ പോലും അത് അമേരിക്കയ്ക്ക് ബെനിഫിറ്റാണ്. അവർ വിചാരിച്ച പോലെ തന്നെ ഇപ്പം നമ്മൾ 0-ൽ നിന്ന് 50 ആക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? വലിയ പ്രശ്നമായിരുന്നേ. അതിന് പകരം 0-ൽ നിന്ന് 145 ആക്കിയിട്ട് അവിടെ നിന്ന് 50 ആക്കുമ്പോൾ നമ്മളൊക്കെ പറയണത് എന്താ? റിലീഫായി എന്നുള്ളതാണ്. അതാണ് ഈ പറയുന്ന പ്രൈസ് ആങ്കറിംഗ്. നമ്മൾ ഈ സ്റ്റോക്കിലുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്നറിയോ? അതായത് പ്രൈസ് ആങ്കറിങ്. ഇപ്പോൾ ആരെങ്കിലും എടുത്തൊരു സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്നത് 52 വീക്ക് ഹൈ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് പറഞ്ഞു അതൊരു 300 രൂപയാണെന്ന് വെക്കുക. ഉടൻ തന്നെ അവർ നേരത്തെ കയറി നെറ്റിലോ അല്ലെങ്കിൽ മൊബൈലിലോ കയറിയിട്ട് അവർ 300 രൂപയല്ലേ, ഉടൻ തന്നെ അവർ നോക്കും ലാസ്റ്റ് 5 കൊല്ലം ഇവിടെ പോയി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1200 രൂപ വരെ പോയ സ്റ്റോക്കാണ്. 1200-നാണ് 500 രൂപ വന്നത്. അപ്പോൾ ബൈയാണ്. അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഒരു ഫണ്ടമെന്റൽ നോക്കുന്നില്ല. എന്തുകൊണ്ട് 1500 പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടുന്ന് 500-ലേക്ക് വന്നു. ഇതിനെല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലോ.
ചുമ്മാ ഒരു പ്രൈസ് സ്റ്റിക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ലോ. സ്റ്റോക്ക് പ്രൈസസ് ഓൾവേസ് ഫോളോസ് ഫണ്ടമെന്റൽസ് അല്ലേ. അപ്പോൾ അതിനകത്തുള്ള ഫണ്ടമെന്റൽ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാതെ 52 വീക്ക് ഹൈ പോയിട്ട് തിരിച്ചു വരുന്നത്, ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന വാക്കാണ് പ്രൈസ് ആങ്കറിങ്. അതായത് ഒരു സ്ഥലത്ത് കൊണ്ട് നമ്മുടെ ഫോക്കസ് അവിടെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് താഴേക്ക് നോക്കിക്കും. അപ്പം നമുക്കത് വാല്യൂബിൾ ആണ് തോന്നും. അത് തന്നെയാണ് ട്രംപും ചെയ്ത് 145 എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഫിഗറിൽ, അല്ലെങ്കിൽ 26 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്കൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് താഴെ വരും. അതിൽ $1 വെച്ചാലും അത് അവർക്കൊരു വിജയം തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് വേൾഡ് റീ അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം വെച്ചാൽ ഇപ്പോൾ ട്രംപ്, ഇത് നമ്മൾ ഇത്രയും പറഞ്ഞത് ചൈനയുടെ ഒരു പറയുന്നത് മസിൽ ഫ്ലെക്സിംഗ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ട്രംപ് പിന്നെ എന്തിനാണ് ചൈന ഒരു നെഗോഷിയേറ്ററെ വെച്ചത്? കഴിഞ്ഞ ആഴ്ച ഒരു നെഗോഷിയേറ്ററെ വെച്ചതായിട്ട് നമുക്കറിയാം അല്ലേ. ചൈന അവരുടെ എനിക്ക് തോന്നുന്നു WTO-ലെ ഒരു അംബാസഡറിനെ എങ്ങാണ്ടാണ് അവർ ഒരു നെഗോഷിയേറ്ററായിട്ട് ഒരു പഴയ നെഗോഷിയേറ്ററെ മാറ്റി പുതിയ നെഗോഷിയേറ്ററെ വെച്ചു എന്നുള്ള ന്യൂസാണ് നമ്മൾ വന്നത്. അവർക്കതിൽ താല്പര്യമില്ല. പിന്നെ എന്തിനാണ് അവർ വെച്ച്? അവർക്കെന്ന് പറയുന്നത് എക്സസ് കപ്പാസിറ്റി ഉണ്ട്, അത് അവർ വിറ്റേ പറ്റുള്ളൂ. അതിൻ്റെ വലിയൊരു കൺസ്യൂമറാണ് അമേരിക്ക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ബോയിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ ബോയിങ് കമ്പനിക്ക് അവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മേടിക്കാൻ വേറെ കൺട്രി, ഇപ്പം നമ്മൾ ഇൻഡിഗോയും എയർ ഇന്ത്യയും എത്രത്തോളം ഓർഡറാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ചൈനയ്ക്ക് ഡെലിവറി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡെലിവറി ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡെലിവറി എടുത്തേക്കാന്നുള്ള സ്പെസിഫിക്കേഷൻ എനിക്കറിയില്ല കേട്ടോ, ചൈനയുടെ സ്പെസിഫിക്കേഷൻസിലാണോ ഇന്ത്യ പറഞ്ഞിരിക്കണമെന്ന് അറിയില്ല. ബട്ട് ഈവൻ ദെൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ചൈനയ്ക്ക് എയർക്രാഫ്റ്റ് വേണ്ടേ, അവർക്ക് എക്സ്പാൻഷൻ വേണ്ടേ? അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളത് പിന്നെ ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും കൊണ്ടിട്ട് ഞാൻ കാണാത്തൊരു കാര്യം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇവിടെ ഏറ്റവും ഓപ്റ്റിമിസ്റ്റിക്, പക്ഷേ നമുക്കത് ഇന്ത്യൻ മാർക്കറ്റിൽ റൈഡ് ചെയ്യാനായിട്ട് ഒരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒരു സെക്ടറോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഇല്ലെന്നാണ്. അമേരിക്ക ഒരുപാട് ഗ്രാൻഡ്സ് അവരുടെ യൂണിവേഴ്സിറ്റിക്ക് വെട്ടിക്കുറച്ചു. കാര്യം അവർ പറയുന്നത് യൂണിവേഴ്സിറ്റി ഇതേപോലെ പുറത്തുനിന്ന് സ്റ്റുഡൻസിനെ എടുത്തിട്ട് ആ സ്റ്റുഡൻസ് ഒക്കെ ആന്റി നാഷണൽ ആവണം, അതുകൊണ്ട് ഞാൻ ഇനി ഗ്രാൻഡ്സും പ്രിവിലേജസും തരില്ല എന്നാ പറയുന്നത്. എന്നാൽ അവർക്ക് ഈ പറയുന്ന പോലെ സ്റ്റുഡൻസിനെ വേണേം താനും, റൈറ്റ്? സത്യം പറഞ്ഞാൽ ഇന്ത്യൻ IIT പോലുള്ള സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അമേരിക്ക തുടങ്ങാൻ പറ്റിയ സമയമാണ്. തീർച്ചയായിട്ടും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ എഡ്യൂക്കേഷൻ കൊടുക്കുക, ആ ടാലൻറ്റ് പൂൾ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അതാണല്ലോ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കും പറ്റും. ഇതേപോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ പറ്റിയ സമയമാണ്. നമുക്ക് ആ ട്രേഡിൻ്റെ നമുക്ക് ഈ പറയുന്ന നെഗോസിയേഷൻസ് വരില്ലേ, ഈ BTA ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇൻസെൻറ്റീവ് കൊടുത്ത്, PLI നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് അല്ലല്ലോ അത്, ബട്ട് എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവ്സ് കൊടുത്ത് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റിക്ക് അവിടെ തുടങ്ങാനുള്ള എന്തെങ്കിലും ഒരു ഇത് നമുക്ക് വേണം എന്നുള്ളതാണ് ഞാൻ അവകാശപ്പെടുന്നത്. ബട്ട് ഈ ട്രേഡിന്റെ കാര്യങ്ങളൊക്കെ ഇനി വരാൻ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മസിൽ ഫ്ലെക്സിംഗ് ഒക്കെ നടന്നെങ്കിലും വേൾഡ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ഫീറ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. സർ, അതോടൊപ്പം തന്നെ നമുക്ക് ട്രംപിന്റെ കാര്യത്തിൽ ഒരു അവസാനമായിട്ട് ഈ ഒരു എപ്പിസോഡിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെസ്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ടെസ്ലയുടെ ലാഭത്തിൽ വൻ ഇടിവുണ്ടായതിനെ തുടർന്ന് ട്രംപ് സർക്കാരിലെ പ്രവർത്തനം കാര്യമായിട്ട് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇലോൺ മസ്ക് ഒന്ന് സെറ്റ് ബാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സൂചനകൾ ലഭിക്കുകയാണ്. കാരണം ഓവർനൈറ്റിൽ ഇദ്ദേഹത്തിന് എന്താ തോന്നുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ട്രംപ് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചേക്കും. ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു നിലവിലെ ഒരു ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു പിന്തിരിയൽ വരുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിലാണല്ലോ കൂടുതലും ഈ ഇലോൺ മസ്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പൊ മാർക്കറ്റിന് ഒരു തോന്നൽ തോന്നിയെന്ന് വെച്ചാൽ, ഒന്നാമത് സെയിൽസും ഒന്ന് കുറഞ്ഞു വരുന്നു പലയിടത്തും. ഇനി ഈ ട്രംപ് കഴിഞ്ഞിട്ട് ഇനി ഇലോൺ മസ്ക് ആയിരിക്കോ ഇനി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി ട്രംപിന്റെ ഒരു സക്സസർ എന്നുള്ള രീതിയിലേക്ക് വരും. അത്രയ്ക്ക് മാത്രമുള്ളൊരു ബിൽഡപ്പ് അവിടെ വന്നിരുന്നു. അവർ തമ്മിലുള്ള ബോൺ ഹോമി, അവർ തമ്മിലുള്ള ബന്ധം, പല എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ചാർജ് കൊടുക്കുക, പലതും റിവ്യൂ ചെയ്യാനായിട്ട് ഇലോൺ മസ്കിനെ ഏൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു സംശയം തോന്നിയത് ഇനി പൊളിറ്റിക്സിലേക്ക് ഇലോൺ മസ്ക് ഇറങ്ങുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇലോൺ മസ്ക് ഈ പറഞ്ഞ പോലെ ഈ ബിസിനസ് ഒക്കെ വിൽക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ ബിസിനസ്സിൽ മാറുമോ എന്നുള്ളൊരു സ്പെക്കുലേഷൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് ഹി വാസ് ഫോഴ്സ് ടു കം ബാക്ക് ആൻഡ് ടെൽ ദ മീഡിയ ദാറ്റ് ഐ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ദ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നല്ലതാണ്. പിന്നെ ബിസിനസ്സിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി ഒക്കെ ഒരു സെയിൽസ് ഡിപ്പ് ആവണതോ അപ്പാവണതോ ഒക്കെ ബിസിനസിന്റെ എൻവയറൺമെന്റ് ആണ്. പല സാഹചര്യങ്ങളും എക്സ്റ്റേണൽ ഇന്റേണൽ എൻവയറൺമെന്റ് കാരണം ഒരു ബിസിനസ് ട്രഫ്സും പീക്സിലും കൂടെ ഒക്കെ പോകണം സർവ്വസാധാരണ. അതിൽ നമുക്ക് പേടിക്കാനില്ലെങ്കിലും ഓവറോൾ ഷിഫ്റ്റ് അദ്ദേഹം ബിസിനസ്സിൽ നിന്ന് മാറി ഇലക്ഷൻ ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ മെഷീനറിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ആ ബിസിനസ്സിന് നല്ലതല്ല എന്ന് ഷെയർ ഹോൾഡേഴ്സ് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് അതിനകത്തു നിന്നുള്ളൊരു റീഡിംഗ് മനസ്സിലായത്. ഏതായാലും ഇലോൺ മസ്ക് അതിൽ നിന്നൊക്കെ മാറി തിരിച്ചു വന്ന് കമ്പനിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് ആ ടെസ്ലയുടെ ഷെയർ ഹോൾഡേഴ്സിന് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യം എന്ന് മാത്രം നമുക്ക് പറഞ്ഞു വയ്ക്കാം.
ഏതായാലും ഈ മിനിറ്റിൽ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. ഇപ്പോൾ ഒരു 43 പോയിന്റുകളുടെ ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. 24,347 എന്നുള്ള ഒരു ഹൈ ആയിരുന്നു ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 24,285 നിലവിലെ ഈ ഒരു സിനാരിയോയിൽ പെർഫോം ചെയ്യുന്നു. പ്രധാനപ്പെട്ട സെക്ടേഴ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കഘട്ടത്തിൽ തന്നെ ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതൽ സെക്ടേഴ്സിലും ഒരു ഇടിവിന്റെ ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. എസ്പെഷ്യലി 1% റിയൽറ്റി മേഖല ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ബാക്കിയുള്ള സെക്ടേഴ്സിനെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ IT കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ റെസിലിയന്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 4% കൂടുതലുള്ള ഒരു നേട്ടമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. IT-യുടെ സപ്പോർട്ട് എടുത്തു പറയേണ്ടതായിരുന്നു. എസ്പെഷ്യലി ബെറ്റർ ആയിട്ടുള്ള ഒരു റവന്യൂ ഗൈഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ഓഹരികളും HCL ടെക് അടക്കമുള്ള ഇൻഫോസിസ്, വിപ്രോ അടക്കമുള്ള പ്രധാനപ്പെട്ട IT കമ്പനികളുടെ ഓഹരികളിൽ ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ BSE മിഡ് സ്മോൾ ക്യാപ്പ് സൂചികകളിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. മെറ്റൽ മേഖലയിലേക്ക് വരുമ്പോൾ 0.5% കൂടുതലുള്ള ഒരു നേട്ടം കാണാൻ സാധിക്കുന്നു. ഹെൽത്ത് കെയറിലേക്ക് വരുന്ന സമയത്തും ഫാർമ മേഖലയിലേക്ക് വരുമ്പോഴും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും പെർഫോമൻസ് വൈസ് പരിശോധിക്കുന്ന സമയത്ത് ഇന്ന് ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത് 1% മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫാർമ മേഖലയും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ PSU ബാങ്ക് അതോടൊപ്പം പ്രൈവറ്റ് ബാങ്ക് സൂചികകളിലേക്ക് വരുന്ന സമയത്ത് ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹെൽത്ത് കെയർ, മെറ്റൽ മേഖലകളിലുള്ള മുന്നേറ്റമാണ് ഇന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള സൂചികകളിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഒരു ഇടിവിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വാർട്ടർലി നമ്പേഴ്സ് പുറത്തുവിട്ടിട്ടുള്ള കമ്പനികൾ പ്രധാനമായിട്ടും ഇന്നൊരു പെർഫോമൻസ് മാർക്കറ്റിൽ നടത്തുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് LTI മൈൻഡ്രയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നേറ്റവും ടാറ്റ കൺസ്യൂമറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നേട്ടവും ഒക്കെ തന്നെയാണ്. ടാറ്റ കൺസ്യൂമർ തുടക്കഘട്ടത്തിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിലേക്ക് കടന്നിരിക്കുകയാണ്. ആ റിസൾട്ടിന്റെ വളരെ പെട്ടെന്ന് ഒരു അപ്ഡേറ്റ്സ് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട റിസൾട്ടുകൾ തന്നെയായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. റവന്യൂ 17.3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. 3,927 കോടിയിൽ നിന്നും 4,608 കോടിയായിട്ട് ടാറ്റ കൺസ്യൂമറിന്റെ റവന്യൂ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റ്, അതായത് അറ്റാദായത്തിൽ 59% ഒരു വർധനയായിരുന്നു കാണാൻ സാധിച്ചത്. 217 കോടിയിൽ നിന്നും 345 കോടി എന്നുള്ള ഒരു നിലയിലേക്ക്. എബിഡ 1% ഒരു നേരിയ ഇടിവാണ് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നത്. 16% നിന്നും 13.5% മാർജിൻ ചുരുങ്ങിയിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടുകൾ തന്നെയായിരുന്നു ടാറ്റ കൺസ്യൂമറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കമ്പനിയായിട്ടുള്ള ടെക് മേഖലയിൽ നിന്നും LTI മൈൻഡ്രയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പെർഫോം ചെയ്യുന്നത് രാവിലെ തുടക്കം മുതൽ തന്നെ ഒരു നേട്ടത്തിലായിരുന്നു. ഇപ്പോൾ ഒരു 0.5% ഇടിവിലേക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുകയാണ്. LTI മൈൻഡ്രയുടെ ഫിനാൻഷ്യൽ അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്ന് പരിശോധിച്ച് നോക്കാം. റവന്യൂവിൽ 1% ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിൽ 4% ഒരു നേട്ടത്തോടുകൂടി 1,085.4 കോടിയിൽ നിന്നും 1,128.5 കോടി എന്നുള്ളൊരു നിലയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. എബിറ്റയിലേക്ക് വന്നാലും നേരിയ ഒരു മുന്നേറ്റം മാത്രമായിരുന്നു കാണാൻ സാധിച്ചത്. 1% ഒരു മുന്നേറ്റം. മാർജിൻ 13.8 എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഒരു ഇയറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 13.7 എന്നുള്ളൊരു നിലയിലേക്ക് നേരിയ തോതിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. LTI മൈൻഡ്രയുടെ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 45 രൂപ എന്നുള്ളൊരു നിലയിൽ ഡിവിഡൻഡ് കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന കമ്പനിയുടെ പാദഫലങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ റിയാക്ഷൻസ് ഇന്ന് നമുക്ക് വിപണിയിൽ കാണാനും സാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ ഒരു സെഷനിൽ കൂടുതൽ എക്സ്പേർട്ട് ഒപ്പീനിയൻ നൽകാനായിട്ട് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായ അനീസ് ചന്ദ്രൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. സർ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ്. മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നലെ 24,300 എന്നുള്ള ഒരു റേഞ്ച് ഉടനീളം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഇന്ന് 24,347 എന്നുള്ളൊരു ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പയറി ദിനത്തിൻ്റെതായ എല്ലാ വോളറ്റിലിറ്റിയും നമുക്കിന്ന് കാണാനും സാധിക്കുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള സാറിന്റെ റിവ്യൂ എങ്ങനെയാണ്? നമ്മള് ഇപ്പൊ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഒരു വോൾട്ടാലിറ്റി ഡേ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 2 പ്രാവശ്യമാണ് റെഡിലേക്ക് വന്നത്.
ഒരു പ്രാവശ്യം അത് പോസിറ്റീവിലേക്കും വന്നു. അപ്പൊ ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ഒരു വോൾട്ടാലിറ്റി കാണുന്ന ഒരു നിഫ്റ്റി ട്രേഡിംഗ് ഡേ ആണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു റിലീഫ് റാലി കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. ഒരു നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ വളരെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് പോയാൽ തന്നെ നമുക്ക് വളരെ പേടിക്കാനൊന്നുമില്ല. അതൊരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിയറസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,000 ആണ്. ആ 24,000ലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. കുറച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണാം. കാരണം ഒരുപാട് ഷെയർസിലെ മൂവ്മെന്റ്സ് വന്നു കഴിഞ്ഞ എല്ലാം ഫ്രണ്ട് ലൈൻ ഷെയർസിലാണ് വന്നത്. അത് ഇന്നലെ 2 ദിവസമായിട്ട് വലിയ മൂവ്മെന്റ്സ് ആ ഫ്രണ്ട് ലൈൻ ഷെയർസിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഒരു റെസ്റ്റിംഗ് പോയിന്റ് ആയിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. സോ ഒന്നും കൂടെ റെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അത് ആ സമയത്തിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പുൾ ബാക്ക് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു അപ്പർ സൈഡിലേക്ക് 24,500 എന്ന ലെവലിലേക്ക് നമുക്ക് നോക്കാവുന്നതാണ്. സർ, അതോടൊപ്പം തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് 29 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 55,373 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പെർഫോം ചെയ്യുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റേജിൽ ഒരു നേട്ടത്തിലാണ് ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഈ ഒരു മുന്നേറ്റം തുടരാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 56,000 അടുത്ത് പോയിട്ട് അവിടെ നിന്നാണ് അവർ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു കുറച്ച് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഡൗൺ സൈഡ് ആയിരുന്നു, ഒരു സൈഡ് വൈസ് ട്രെൻഡ്, നെഗറ്റീവ് ട്രെൻഡിലേക്കൊക്കെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു സൈഡ് വൈസ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈവൻ ദോ സം ഷെയർസിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഷെയർസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുമെങ്കിൽ മറ്റുള്ള ഷെയർസ് അതിനെ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. 55,000 എന്നുള്ള ലെവലിൽ ഒരു സപ്പോർട്ട് സോൺ ആണ്. ആ സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ നിന്ന് ഫുൾ ബാക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും പുതിയ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. ഇൻഡിവിജ്വൽ ബാങ്കിങ് സ്റ്റോക്സിൽ ചില പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ട്രേഡിംഗ് ഫിനോമിനമാണ്. സോ അതുകൊണ്ട് നമുക്ക് അതെല്ലാം അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ടോട്ടലി ഇൻഡെക്സ് അത് ഇന്നത്തേക്ക് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. സർ, അതോടൊപ്പം തന്നെ LTI മൈൻട്രിയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ടെക് മേഖലയിലെ കമ്പനികളിൽ ഇന്നലെ വലിയ മുന്നേറ്റം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ 0.5% ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് LTI മൈൻട്രിയിൽ കാണുന്നത്. LTI മൈൻട്രിയുടെ പെർഫോമൻസ് പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2024 ഡിസംബർ 16 അവിടെ നിന്നും ഈ മാസം ഈ ഏപ്രിൽ 7 ഒരു 52 വീക്ക് ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3,800 രൂപ എന്നുള്ളൊരു നിലയ്ക്ക്. അവിടെ നിന്നും സ്റ്റോക്ക് പതിയെ റിക്കവർ ആകുന്ന ഒരു മോഡിലേക്ക് എത്തുകയാണ്. ടെക്നിക്കലി അത് എത്രമാത്രം സപ്പോർട്ടീവ് ആണ്? ഈ സ്റ്റോക്സിൽ വളരെയധികം ഒരു ഡൗൺ ട്രെൻഡിൽ ദൃശ്യമാകുന്നത്, അതായത് ഷോർട്ട് ടൈം ട്രെൻഡ് ഡൗൺ ആയിട്ടുള്ള ഒരു അതാണ് നമുക്ക് ദൃശ്യമാകാൻ അതായത് ചാർട്ടിൽ കാണുന്നത്. അപ്പൊ ഈ ചാർട്ട് വെച്ചിട്ട് ഇതിന്റെ വലിയൊരു പോസിറ്റീവിനെറ്റ് എനിക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഇപ്പോഴത്തെ സമയത്ത് ഒരു കൺസോൾട്ടേഷൻ വന്നതിന് ശേഷമായിരിക്കും വലിയൊരു പോസിറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ വന്ന ആ 52 വീക്ക് ലോ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹെവി സപ്പോർട്ട് സോൺ തന്നെയാണ് ആ സൈഡിൽ, അതായത് ബിലോ 4,000 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്തത്. ഇവിടെ ഒരു റിലീഫ് റാലിയാണ് നമ്മൾ കണ്ടത്. അതിന്റെ റിസൾട്ട് ഒക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു റിലീഫ് റാലി കണ്ടിരുന്നു. 4,600 എന്ന് പറയുന്നത് വളരെയധികമായിട്ട് റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു 2ാമത്തെ തവണയും അവിടെ വന്നിട്ടാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണിക്കുന്നത്. അപ്പൊ 4,600 മുകളില് നല്ല ഹെവി വോളിയത്തോടു കൂടി അത് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് പോസിറ്റീവ് സോണിലേക്ക് കടന്നു, അല്ലെങ്കിൽ ഒരു റിക്കവറി മോഡിലാണെന്ന് പറയാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് ഒരു 4,000 ലെവലിൽ ഷോർട്ട് ടൈം പീരീഡ് ഓഫ് ടൈമിൽ 4,000 ലെവലിലാണ് സപ്പോർട്ട് കാണുന്നത്. അവിടെ വെയിറ്റ് ആൻഡ് വാച്ച് സിറ്റുവേഷൻ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് 4,600 എബോ ആണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡേഴ്സിനെ സംബന്ധിച്ച് എൻറ്റർ ചെയ്യാവുന്ന ഏരിയ. സർ, നമ്മൾ ഈ ഒരു ഫോറത്തിൽ അധികം ഡിസ്കസ് ചെയ്യാത്ത ഒരു സ്റ്റോക്കാണ് തൈറോകെയർ ടെക്നോളജീസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഇന്ന് ഒരു റെക്കോർഡ് നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15% ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഡയഗ്നോസ്റ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പാദഫലങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ന് ഈ ഒരു മുന്നേറ്റം പ്രകടമാകുന്നത്. കമ്പനിയുടെ ലാഭം വാർഷിക വളർച്ച നോക്കുന്ന സമയത്ത് 22% മുന്നേറ്റം പ്രകടമാക്കിയിരിക്കുന്നു. വരുമാനത്തിലും 21.3% ഒരു വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. തൈറോകെയർ ടെക്നോളജീസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതിന്റെ ചാർട്ടില് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ്. ഒരു നെഗറ്റീവ് ട്രെൻഡ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞു. 750 and 640 എന്ന് പറയുന്ന ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് കഴിഞ്ഞ കുറച്ച് ഒരു 2-3 months ആയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നാണ്
ലാസ്റ്റ് ഒരു 2 ട്രേഡിംഗ് ഡേയ്സിന് മുമ്പ് അത് ബ്രേക്ക് ഔട്ട് വന്നത് വളരെ നമ്മൾ ചർച്ച ചെയ്യാത്തതുപോലെ തന്നെ അത് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റോക്സും അല്ല. വോളിയൂംസിലൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകുന്നത്. ഈ റീസെന്റ് ആയിട്ട് വോളിയം ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കതിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴതൊരു പോസിറ്റീവ് സോണിലേക്ക് കടന്നു. 750 എബോ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സോണാണ്. എനിക്ക് തോന്നുന്നു അത് 1000 ലെവലിലേക്കൊക്കെ വരാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. എന്തെങ്കിലും പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡിൽ കിട്ടുകയാണ്, നിയർ 750 കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു എൻട്രി ആയിരിക്കും ഈ സ്റ്റോക്സിനെ സംബന്ധിച്ചിടത്തോളം. ഷോർട്ട് ടൈം ടു ലോങ് ടൈം ട്രേഡേഴ്സിനായിരിക്കും ഇത് കൂടുതൽ സൂട്ട് ആവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇതിനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മുന്നിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 750 എബോ ആണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിയർ ടു ദ സപ്പോർട്ട് സോൺ വെയിറ്റ് ചെയ്യുക. നിയർ ടു സപ്പോർട്ട് സോൺ വരുമ്പോഴേക്കും അത് എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ബജാജ് ഫിനാൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ലൈഫ് ടൈം ഹൈയിലേക്കാണ് സ്റ്റോക്ക് എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂയും കൺസിഡർ ചെയ്യുന്നു. ഈ മാസം 29-ാം തീയതി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയർ ടു ടിൽ ഡേറ്റിൽ ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ചുരുക്കം സ്റ്റോക്കുകളിൽ ഒന്നാണ് ബജാജ് ഫിനാൻസ്. 37.24% ഒരു മുന്നേറ്റമാണ് സ്റ്റോക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ 0.5% അടുക്കുകയാണ്. ഇപ്പോഴും ആ ഒരു മുന്നേറ്റം കാണാനും സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, വളരെ പോസിറ്റീവ് വ്യൂ ഉള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ് ബജാജ് ഫിനാൻസ്. ഇപ്പോഴും നമ്മളൊരു 10,000 ലെവലിലേക്ക് പോകും അല്ലെങ്കിൽ മൂവ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലുണ്ടായിരുന്നു. ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയർ ടു ദാറ്റ് ലെവലാണ് നമുക്ക് അത് കാണാനായിട്ട് കഴിയുന്നത്. സോ ബോണസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡിറ്റി കൂട്ടുന്നതിലേക്ക് മാനേജ്മെന്റ് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിലും അതും അതിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും പ്രതിഫലിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ. സർ, അപ്പം ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കൂടി ഒരു ഡീറ്റെയിൽ അറിയേണ്ടതുണ്ട്. ലാഭത്തിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 53.8% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിലും 25.6% ഒരു നമ്പേഴ്സ് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് ഓഹരി വിപണിയിലേക്ക് നോക്കുമ്പോൾ 2.25% ഒരു നേട്ടമാണ് സ്റ്റോക്ക് നൽകുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിന്റെ ഒരു വ്യൂ എങ്ങനെയാണ്? ഇതില് നമുക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഷോർട്ട് ടൈം ചാർട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോ ലിസ്റ്റിംഗിന്റെ ഗെയിനൊക്കെ കഴിഞ്ഞ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം തിരിച്ച് റിക്കവർ ചെയ്യുന്ന ഒരു മോഡലിലേക്കാണ് ഞാൻ കാണുന്നത്. നിയർ ടു 150-155 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഇമ്മീഡിയറ്റ് തന്നെ ഉണ്ട്. അതിലോട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് എനിക്കുള്ളത്. വോളിയത്തിൽ അത് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന് സ്ലോ മൂവിങ് അല്ലെങ്കിൽ കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞ് മൂവ് ചെയ്യുന്ന സ്റ്റോക്സ് ആയതുകൊണ്ട് അതിനപ്പുറം പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ എൻട്രി ചെയ്യുന്നവർക്കും സംബന്ധിച്ച് നല്ല സ്റ്റോക്സ് ആണ്. പോസിറ്റീവ് വ്യൂ ആണ് ഇപ്പോഴത്തെ ഈ ലെവലിൽ എനിക്കുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഫോറത്തിൽ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത മറ്റൊരു സ്റ്റോക്ക് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് ആണ്. ഇന്ന് സ്റ്റോക്കിലേക്ക് വരികയാണെങ്കിൽ 6.5% ഒരു മൂവ്മെന്റ് ഉണ്ട്, ഒരു പോസിറ്റീവ് നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ടിൽ ഡേറ്റിൽ ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള, വളരെ നേരിയ തോതിലെങ്കിലുമുള്ള ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിന്റെ ഒരു 513 രൂപ എന്നുള്ളതാണ് 2024 ഡിസംബർ 9-ാം തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഹൈ നിലവാരം എന്ന് പറയുന്നത്. അവിടെ നിന്നും ഈ മാസം തന്നെ 401 രൂപയിലേക്ക് കൂടി എന്നുള്ള ഒരു ലോ നിലവാരത്തിലേക്ക് കൂടി സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വില പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 470 രൂപയിലാണ്. കാര്യമായിട്ടൊരു നേട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയം ഉളവാക്കുന്ന ഒരു സ്റ്റോക്കാണ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ആദ്യം പറയട്ടെ, ഇതൊരു ട്രേഡിംഗ് സ്റ്റോക്സ് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റോ ഒരു ഷോർട്ട് ടൈം ട്രേഡ് എന്നുള്ള രീതിയിലേക്ക് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന്റെ വോൾട്ടാലിറ്റി എന്ന് പറയുന്നത് അത്രത്തോളമാണ്. കാരണം കുറച്ച് നാളത്തേക്ക് അത് മൂവ് ചെയ്യുകയും പിന്നീട് അത് പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു സ്ലീപ്പിംഗ് മോഡിലേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള ട്രേഡിംഗ് പാറ്റേൺ ആണ് നമുക്ക് ഈ സ്റ്റോക്സിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. എല്ലാ സമയത്തും ഒരേ വോൾട്ടാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്സ് അല്ല ഇത്. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 400 and 420 ഒക്കെ ലെവലിൽ എപ്പോഴും വരാറുണ്ട്. അവിടെ നിന്ന് അത് മൂവ് ചെയ്യുകയാണെങ്കിൽ 510-520 അടുത്തൊക്കെ വരാറുണ്ട്. ഈ ഒരു ലെവലിൽ തന്നെയാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നിയർ ടു 400 എൻട്രി ആയിട്ടും 500 എക്സിറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. ഒരു ഷോർട്ട് ടൈം ടു ലോങ് ടൈം ഇതൊരു ട്രേഡേഴ്സിന്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്സ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബട്ട്
ഇതൊരു സ്റ്റേബിൾ പെർഫോമൻസ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ടുള്ള ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് തന്നെ. സർ, ടാറ്റ കമ്പനിയിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് റാലിസ് ഇന്ത്യ. ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് 5% ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. നിലവിൽ 241 രൂപയിലാണ് റാലിസ് ഇന്ത്യയുടെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത്. റാലിസ് ഇന്ത്യയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? റാലിസ് വളരെ ഒരു ഡൗൺ ട്രെൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 200 and 220 ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നു, ഒരു റിലീഫ് റാലിയും തന്നിട്ടുണ്ട്. ഞാൻ അത് കാണുന്നത് ഒരു ഫ്യൂച്ചർ പൊസിഷനായിട്ട് അവിടെ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ 200 എന്ന് പറയുന്ന ഒരു ലെവലിൽ നിന്ന് അല്ലെങ്കിൽ 220 എന്ന ലെവലിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുകയും വീണ്ടും അവിടെ റീടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഒരു ലോവർ ലോസിലേക്ക് പോവാതിരിക്കുകയും നമ്മുടെ ഈ 200 220 ഇടയിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുള്ള ഒരു സ്റ്റോക്സ് തന്നെയാണ്. അപ്പോൾ ഈ കൺസോൾട്ടേഷൻ വാച്ച് ചെയ്യുക, അതിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ 220 ലെവലിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് എൻട്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന്റെ സാധ്യത കാണുന്ന ഒരു സ്റ്റോക്സ് ആണ്. വോളിയം ഇപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതിന്റെ കൺഫർമേഷൻ ആയിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി കൺഫർമേഷൻ വന്നതിന് ശേഷമായിരിക്കും എൻട്രി ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു ബേസ് ലെവലിൽ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന രീതിയിലേക്ക് നമുക്കത് ലിസ്റ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് റാലീസിനെ കാണാൻ കഴിയും. സൂരജ് സാർ, നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. തീർച്ചയായിട്ടും സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻ എന്തായിരിക്കും ഓരോ ദിവസവും പുതിയതായിട്ട് എന്നുള്ളതാണ് പ്രേക്ഷകർ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും അതിലേക്ക് തന്നെ കിടക്കാം. ജാസ്മിൻ, എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ആഴ്ച കംപ്ലീറ്റ് നമ്മുടെ ഹെഡ്ലൈൻസ്, നമ്മുടെ നല്ല പൊതുവെയുള്ള മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻസ് ഈ പറയുന്ന പോലെ ടെററിസ്റ്റ് അറ്റാക്കും മറ്റുള്ള കാര്യങ്ങളും തന്നെ ആയിരിക്കും. ഞാൻ ഇതിൽ പ്രതീക്ഷിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇനി അടുത്ത് തന്നെ നമ്മളെക്കാട്ടിലും ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോകുന്നത് പാകിസ്ഥാനായിരിക്കുന്നത്. അവരെന്തെങ്കിലും ഒരു മിസൈൽ വല്ലതും ടെസ്റ്റ് ചെയ്യും. അതായത് അവർ പ്രോവാക്റ്റീവായിട്ട്, എനിക്കറിയാമെന്നുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്സും ഈ പറയുന്ന പോലെ നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളിലും എനിക്കറിയാവുന്ന ഒരു ലിമിറ്റഡ് ഇൻഫർമേഷൻ, നമ്മൾ തെറ്റായിക്കോട്ടെ എന്നുള്ള, നമ്മൾ ഇന്ത്യ എന്ത് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് അവരൊരു മസിൽ ഫ്ലെക്സ് ചെയ്യും. അതായത് ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും അവർ ആദ്യം വരുന്നത്. നിർണായകമായിട്ടുള്ള യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആര്? പാകിസ്ഥാൻ അല്ലേ? അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് എന്തെങ്കിലും ഒരു മിസൈൽ ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോംബ് അവർ എക്സ്പ്ലോഡ് ചെയ്യിപ്പിച്ച് കാണിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്തു എന്നോ എന്തെങ്കിലും ഒരു ന്യൂസ് കൊണ്ടുവരാനുള്ള ചാൻസ് ആണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകൾ തന്നെ ആയിരിക്കും കൂടുതൽ കാണുന്നത്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിനടുത്ത് പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റിൽ ഈ റിലീഫ് റാലിയും എന്തൊക്കെ പറയും, US ആ ഒരു കാര്യങ്ങൾക്കൊരു ശമനം വന്നതിലൊക്കെ നമുക്കും സന്തോഷമുണ്ട്. കാര്യം നമ്മളും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററാണ് അല്ലേ? നമുക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും നമുക്കൊരു സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തോ ബാക്ക് ഓഫ് ദ മൈൻഡിൽ നമുക്കൊരു സുഖം കിട്ടുന്നില്ല എന്നുള്ള, ആ ബാക്ക് ഓഫ് ദ മൈൻഡ് സുഖം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്റ്റിമിസം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുള്ള ഒരു കാര്യം, കോഷ്യസ് ഓപ്റ്റിമിസത്തിനുള്ള ഒരു കാര്യം നമ്മൾ പറയുന്നത് വെച്ചാൽ, കോഷ്യസ് ഓപ്റ്റിമിസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാലിക്കേണ്ടത് റിസ്ക് എടുക്കേണ്ടെന്നല്ല, നിങ്ങൾ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുക. അതായത് ഞാൻ എപ്പോഴും ജനങ്ങളോട് പറയുന്നത്, ഇങ്ങനത്തെ സിറ്റുവേഷനുകളിൽ ഒരിക്കലും മാർജിനിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക, ബ്ലൈൻഡ് കോളുകൾ എടുക്കാതിരിക്കുക, കുറച്ചുകൂടെ ഒന്ന് ക്വാളിറ്റി സ്റ്റോക്സിൽ സ്റ്റിക്ക് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യണം തന്നെ. പഴയ പോലത്തെ ഈ 2023-24 കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു മെന്റാലിറ്റി ഇല്ലേ, എന്ത് മേടിച്ചാലും കയറും എന്നുള്ളൊരു ആശ്വാസം, ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യരുത്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് വിചാരിച്ചും പോവരുത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ പറയുന്ന ഒരു സ്റ്റാൻസ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് നമുക്ക് കംഫർട്ട് കിട്ടുന്നില്ല, എന്തുകൊണ്ട് കോഷ്യസ് ഓപ്റ്റിമിസം എന്നുള്ളത്, നമുക്ക് എന്താ പറയുക, വാല്യുവേഷൻ കംഫർട്ടില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഇപ്പോൾ ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ ഏത് പത്രം എടുത്താലും, നമ്മൾ ഏത് മാധ്യമം എടുത്താലും ടാറ്റ കൺസ്യൂമറിൻ്റെ റിസൾട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അല്ലേ? നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നല്ല രീതിയിൽ പറഞ്ഞു, മാനേജ്മെന്റ് ഗൈഡൻസും കുഴപ്പമില്ല. ബട്ട് ഇന്ന് സ്റ്റോക്ക് ഡൗൺ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. അതാണ് പറയുന്നത്. കാര്യം ഞാൻ അതിനകത്ത് നോക്കുമ്പോൾ അതിന്റെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് 86, ഇറ്റ്സ് 86 PE ട്രേഡ് ചെയ്യുന്ന കമ്പനി 12-13% ട്രേഡ് ചെയ്താൽ പോരാ. 3-4% ഗ്രോ ചെയ്യുന്ന IT കമ്പനികൾ ഇപ്പോൾ 22, 23, 24 PE-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ പല സ്റ്റോക്സും ഈ പറയുന്ന ഒരുപാട് നല്ല കറക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ 26,000 നിഫ്റ്റി 26,000 ചിലവാനത്തിൽ നിന്ന് ഏതാണ്ട് 21 ചില്ലറയൊക്കെ വന്നു അല്ലേ? 22,000 ജസ്റ്റ് താഴെ വന്നിട്ട് പോലും പല സ്റ്റോക്കുകളിലും ഇപ്പോൾ പറഞ്ഞ പോലെ വാല്യുവേഷൻ കംഫർട്ട് കിട്ടിയിട്ടില്ല ജാസ്മിൻ എന്നുള്ള കാര്യം വാസ്തവമാണ്. അതായത് ഒരു സ്ക്രീമിംഗ് ബൈ ആയിട്ട് പല സ്റ്റോക്കുകൾ നോക്കുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടും റിസൾട്ട് ബേസ്ഡ് ആയിട്ടാണ് മൂവ് ചെയ്യണത്. ഒരു സ്ട്രക്ചറൽ മൂവ്മെന്റ് ഇല്ല. അതായത് ഒരു സ്ഥലത്തും ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ലുക്ക് അറ്റ് ദ ചാർട്ട് ഓഫ് ഡിക്സൺ,
ഇപ്പം നമ്മൾ പറയുന്നത് എന്താ, US ടാരിഫിന്റെ കാര്യത്തിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിന് വച്ചിട്ടില്ല. അതുപോലെ ഡെയിലി ന്യൂസ് ആണ്. അതായത് സാംസങ്, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം മുമ്പേ വായിച്ചത് ആൽഫബറ്റ്, അതായത് ഗൂഗിളിന്റെ ആൽഫബറ്റ് എന്താ പിക്സൽ അല്ലെ, പിക്സൽ പോലും ഇന്ത്യയിൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു, ഡിക്സൺ ആയിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടും ഡിക്സന്റെ ട്രെൻഡ് താഴേക്കാണ്. നോക്കൂ, ടെക്നിക്കൽ ട്രെൻഡ് താഴേക്കാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഫേവറബിൾ ആയിട്ടും ടെക്നിക്കൽ ട്രെൻഡ് താഴേക്ക് വരുന്നത്? അതാണ് ആ വാല്യുവേഷൻ കംഫർട്ട് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റിൽ നിങ്ങളടുത്ത് ഒരിക്കലും നമ്മൾ ബെയറിഷ് ആവാൻ പറയുന്നത്, ഇപ്പോൾ ഞാനൊക്കെ 100% എപ്പോഴും ഇൻവെസ്റ്റഡ് ആണ് മാർക്കറ്റിൽ. ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ പോലെ പീക്കിൽ ചെന്ന് വിറ്റിട്ട് ഏറ്റവും താഴെ ഒന്ന് മേടിക്കാനൊന്നും നോക്കൂല, അത് വർക്ക് ചെയ്യത്തൂല. അത് മാത്രമല്ല, നമ്മൾ അന്നും പറഞ്ഞു, അതായത് മാർക്കറ്റിന്റെ ഏറ്റവും നല്ല റിട്ടേൺ നമുക്ക് കിട്ടുന്നത് ആ പുൾ ബാക്ക് റാലിയിൽ. ഇപ്പോൾ 20% പല സ്റ്റോക്കിലും നമുക്ക് കിട്ടിയത്. അതായത് 22,000 താഴെ പോയിട്ട് ആ മാർക്കറ്റ് റിക്കവർ ചെയ്തില്ല. അതായത് April 9th ശേഷമുള്ള ഒരു റിക്കവറി. ഈ ഒരു മാസം നമുക്ക് കിട്ടിയത് 22% ഏത് അസറ്റ് ക്ലാസ് വരും നമുക്ക്. അത് നമുക്ക് ടൈമിംഗ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത് പറയുന്നത് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളത്. ബട്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ക്വാണ്ടം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതായത് നിങ്ങൾ ഹൈ റിസ്ക് എടുത്ത്, അല്ലാണ്ട് എല്ലാം തീർന്നു കഴിഞ്ഞ് കണ്ണടച്ച് രാവിലെ തന്നെ മേടിച്ചിട്ട് ഇനി രാത്രി നോക്കിയാൽ മതി, അല്ലെങ്കിൽ വൈകുന്നേരം നോക്കിയാൽ മതി, നാളെ നോക്കിയാൽ മതി എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോവാതെ, ഓവർനൈറ്റ് പൊസിഷൻസ് ക്യാരി ചെയ്യാതെ ഒന്ന് ട്രിം ആൻഡ് സ്ലിം. അതായത് നമ്മൾ പറയുന്നത് മാർക്കറ്റിൽ കർക്കിടകമാണ്, മനസ്സിലായി? കർക്കിടകത്തിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളൊന്ന് ലീനായിട്ട് ജീവിക്കുക, ആഹാരങ്ങൾ കുറയ്ക്കുക, നമ്മൾ ഹെൽത്ത് നന്നായിട്ട് നോക്കുക എന്നൊക്കെ പറയും പോലെ ആ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കണമെന്നുള്ളൂ. ഇത് നമ്മൾ ഇൻവെസ്റ്റർ എടുത്ത് പറയുന്നു, നമ്മൾ തെറ്റിക്കോട്ടെ, ഇവിടുന്ന് ചിലപ്പോൾ നമ്മളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് മാർക്കറ്റ് പുതിയ ഹൈയിലേക്ക് പോവാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ നമുക്ക് നന്നായിട്ട് ഭവിച്ചോട്ടെ എന്നുള്ളതാണ്. ബട്ട് നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ ലിവറേജിൽ പോവാതിരിക്കുക. അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു. ഇപ്പം ഉണ്ടല്ലോ പലയിടത്തും പെട്ടുപോയ സ്റ്റോക്കുകൾ നമ്മുടെ തലയിൽ വെക്കാനായിട്ട്, അതായത് ഓരോന്നിനെ കുറിച്ചൊക്കെ എഴുതണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു, നമ്മളിപ്പോൾ ജെൻസോളിന്റെ കാര്യം എന്നൊക്കെ തന്നെ പറഞ്ഞില്ലേ, ജെൻസോൾ പോലെ ഒളിഞ്ഞു കിടക്കുന്ന എന്തോരം കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെന്നറിയോ? ഇതിനകത്തൊന്നും ചെന്ന് തല വയ്ക്കാതെ രക്ഷപ്പെട്ട് നിൽക്കുക എന്നുള്ളത്. അതുകൊണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള, അണ്ടർ ഓൺഡ് ആയിട്ടുള്ള, അതായത് സെല്ലിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കമ്പനി. ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് സ്റ്റോക്ക് ആയിരിക്കും ഞാനിപ്പോൾ നോക്കുന്നത്, ക്വാളിറ്റി കമ്പനീസ്. ഈ റിസൾട്ട് വന്നു കഴിഞ്ഞ കമ്പനി എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ നന്നായിട്ട് അടി കിട്ടില്ലേ? ആ അടി കിട്ടുന്ന കമ്പനി ആയിരിക്കും ഞാൻ പതുക്കെ നോക്കുക. എന്ന് പറഞ്ഞാൽ ചാടിക്കയറി മേടിക്കാന്നല്ല, കാര്യം അതിനകത്തുള്ള പല റിസ്ക്കും മാറിക്കഴിഞ്ഞു. അതായത് ഹൈ എക്സ്പെക്ടേഷനൊക്കെ അതിനകത്തുനിന്ന് തെറിച്ചുപോയി, ആൾക്കാർ വിറ്റ് തുടങ്ങി, ആ ട്രേഡിംഗ് കൺസെപ്റ്റ് ഒക്കെ മാറി ഒരു ബെയറിഷ് സെന്റിമെന്റിലേക്ക് ടെക്നിക്കലി ആ സ്റ്റോക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മളെ പോലത്തെ ഒരു ഇൻവെസ്റ്റർ, ഒരു വാല്യൂ ഇൻവെസ്റ്ററിന് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ടൈം ആയിരിക്കും. അത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കില്ല നമുക്ക് റിട്ടേൺ കിട്ടണം, പക്ഷെ നല്ലൊരു റിട്ടേൺ ഭാവിയിൽ കിട്ടാനുള്ളതും. അത് മാത്രമല്ല, ഇവിടുന്ന് മാർക്കറ്റ് ഒന്ന് തിരിയുകയാണെങ്കിൽ വലിയ സെല്ലിംഗ് ചിലപ്പോൾ അതിൽ വരില്ല എന്നാ കാര്യം. ഓൾറെഡി അതിന്റെ സെല്ലിംഗ് ഒക്കെ കഴിഞ്ഞു. എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത സ്റ്റോക്സ്, അണ്ടർ ഓൺഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആരൊക്കെ നോക്കുന്നു എന്ന് പോലും എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഈ സ്ക്രീനറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ എണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് മാർക്കറ്റിനെ ട്രീറ്റ് ചെയ്യാൻ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കോഷ്യസ് ഓപ്റ്റിമിസം എന്നുള്ളത്. അവസാനമായിട്ട് അനീഷ് സാറിലേക്ക് തന്നെയാണ് പോകുന്നത്. അനീഷ് സാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം അതിൻ്റെ താഴെ വന്ന കമൻസിൽ ഒരു ക്വയറി ഉണ്ടായിരുന്നത് ABB ഇന്ത്യയെ കുറിച്ചൊന്ന് പറയാമോ എന്നുള്ളതായിരുന്നു. ABB ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരു ട്രേഡിംഗ് സ്റ്റോക്ക് എന്നതിനപ്പുറത്തേക്ക് പലരും ഇൻവെസ്റ്റ്മെന്റ് സോണായിട്ട് കരുതുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ABB ഇന്ത്യ. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് കൂടി നമുക്ക് പറഞ്ഞ് ഈ ഷോ അവസാനിപ്പിക്കാം. കുറച്ച് സെല്ലിംഗ് ഒക്കെ വന്ന ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു സ്റ്റോക്സ് ആണ് ABB. വളരെ നല്ല സ്റ്റോക്സ് ആണ്. ബട്ട് എല്ലാ സ്റ്റോക്സിലും വാല്യുവേഷൻ ഒരു കൺസേൺ ആണ്. ആ വാല്യുവേഷന്റെ ഫെയർ വാല്യുവേഷൻ കണ്ടെത്താനുള്ള ഒരു കറക്റ്റീവ് ആക്ഷൻസ് ആയിട്ട് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു വാല്യുവേഷനിലൂടെ കടന്നുപോയി തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേഷനിലേക്ക് വരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇപ്പോൾ ഒരു നല്ലൊരു സപ്പോർട്ട് സോണിലാണ്. 5000 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സോണാണ്. 5600 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നെങ്കിൽ പോലും ഇനി ഇതൊരു റിലീഫ് റാലിയാണ്. അപ്പൊ അടുത്തൊരു മൂവ്മെന്റ്സ് വരികയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു വന്ന ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ആരെങ്കിലും നേരത്തെ ഹോൾഡ് ചെയ്യുകയാണ് എങ്കിലും, അല്ലെങ്കിൽ ഇനി എൻട്രി ചെയ്യുകയാണെങ്കിൽ ഈ ലെവൽ വാച്ച് ചെയ്യുക. ഒരു 5000 ലെവലിലേക്കൊക്കെ നമ്മള് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആ ഒരു സ്റ്റോക്ക് അതിൽ നേരത്തെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആവറേജ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ലെവൽ തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ലെവൽ 5600 എബോ ഒക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് സോണിലേക്കാണ്. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് വോളിയംസിന്റെ ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. ബട്ട് ഒരു സ്ട്രക്ചറിൽ ഒരു പ്രോഫിറ്റ് കറക്ഷൻ ഒക്കെ വന്നൊരു സ്റ്റോക്സ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുക എന്നുള്ളതാണ്. അതിൽ കുറച്ച് സമയം കൊടുക്കുക. തീർച്ചയായിട്ടും കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ലൊരു ലെവൽ ഓഫ് എൻട്രി ആണെങ്കിൽ ഒരു നിയർലി 5000 നോക്കുന്നത് നല്ലതായിരിക്കും. അനീഷ് സാർ, ഒരു ക്വയറി കൂടി ബാക്കിയുണ്ട്. HFCL ലിമിറ്റഡിനെ കുറിച്ചാണ്. അത് ഇന്നൊരു പോസിറ്റീവ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ ഒരു ടേക്ക് കൂടി.
ഇത് ഓൾറെഡി ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് അല്ല. ഈവൻ ദോ ഞാൻ ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലേക്ക് വരുന്നുണ്ട്. അതൊരു കറക്റ്റീവ് ആക്ഷൻസ് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. 80 ലെവലിൽ ബിലോ കയറി മൂവ്മെന്റ്സ് വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ന്യൂസ് ബേസ് ഒക്കെ വരുമ്പോഴാണ് അത് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. ചില സമയങ്ങളിൽ ഫേവറബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് പൊസിഷൻ ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. ബട്ട് ഇപ്പോൾ അത് നെഗറ്റീവ് ട്രെൻഡിലാണ്. വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു നല്ല മൂവ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ മാത്രം അത് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ മാത്രം എൻട്രി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ. താങ്ക് യു സോ മച്ച് അനീഷ് സാർ. ഏതായാലും ഇത്രയും സമയം അദ്ദേഹം ഒരുപാട് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഓപ്പണിംഗ് ആഴ്സിന്റെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പയറി ദിനത്തിൽ അതിൻ്റെതായ വോളറ്റിലിറ്റി എല്ലാം തന്നെ കാണുന്നുണ്ട്. ഇന്നൊരു എക്സ്പയറി ദിനത്തിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 33 പോയിന്റുകളുടെ ഇടിവാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുമായിട്ട് ഇനി അടുത്ത മണിക്കൂറിൽ റിസർച്ച് ഡെസ്കിൽ നിന്നും വിഷ്ണു ജോയിൻ ചെയ്യും.